ആർ സാജൻ ആദിത്യനല്ലൂർ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹവും നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ഈ കുടുംബ പ്രശ്നത്തിൽ ഈ മരിച്ച സ്ത്രീയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നേരിട്ടിടപെടുക കൂടി ചെയ്ത വ്യക്തിയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്ന ആർ സാജൻ. ശ്രീ സാജൻ, നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ ബേക്കറിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിലുൾപ്പെടെ താങ്കൾ മറ്റ് ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്താവ് തമ്മിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ, ആ വിഷയത്തിന് അപ്പുറത്തോട്ടൊരു വലിയ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ഫാമിലിയുടെ വിഷയത്തിൽ ഒരു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു 2 മാസമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം തുടർച്ചയായി ഇങ്ങനെ ചെറിയ വിഷയങ്ങൾ ഈ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് അതിനെ പോലീസ് കേസ് വരെ ആയി. കൊട്ടിയം പോലീസ് കേസിൽ ഈ ഇദ്ദേഹത്തിനെതിരെ നേരത്തെ 2 മാസം മുമ്പ് പരാതി കൊടുത്തിരുന്നു. പത്മരാജനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ ആനിലൊരു പരാതി കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് പോലീസ് അദ്ദേഹത്തെ അവിടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ വെക്കുകയും അതിനെ താക്കീത് കൊടുത്ത് അത് അന്ന് പറഞ്ഞു തീർത്ത് അനിലയുടെ സമ്മതത്തോടുകൂടി തന്നെ അതവിടെ പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പായി വീട്ടിൽ ഒരുമിച്ചേരെ സന്തോഷത്തോടെ പോയിട്ടുള്ളതാണ്. അങ്ങനെ തുടർന്നും ജീവിച്ചു വന്നപ്പോഴാണ് ഇത് വീണ്ടും ഒരു, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മറ്റേ ഹനീഷ് എന്ന് പറഞ്ഞ ഈ പയ്യനുമായിട്ടുള്ള ഒരുമിച്ചുള്ള അവര് ആ ബേക്കറി തുടങ്ങുന്ന പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ, കേൾക്കാം. ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ചെറിയ വിഷയമാണ് ഇപ്പൊ ഈ വിഷയത്തിൽ കലാശിക്കാൻ കാരണം. ഇത് അപ്പോ ആദ്യം അനില നൽകിയിരുന്ന പരാതി ഈ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നില്ല. അല്ല അത് ഈ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല. അല്ലാതെ ഇതിനു മുമ്പ് ഒരു ചെറിയൊരു വിഷയം ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഉണ്ടായപ്പോൾ അതെന്തായിരുന്നു ആ വിഷയം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത് പറയുമ്പോൾ അങ്ങനെ ഒരു മാനദണ്ഡം പോകും. അതുകൊണ്ട് അത് അങ്ങോട്ട് കടക്കാൻ എനിക്ക് താല്പര്യമില്ല. അതായത് ഇപ്പോൾ ഈ കേസിന്, ഈ കൊലപാതകത്തിന് ആധാരമായി എന്ന് ഈ പ്രതി തന്നെ പറഞ്ഞിരിക്കുന്ന ആ വിഷയത്തിലായിരുന്നു അന്ന് പരാതി? അല്ല അതേപോലൊരു ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നു. അത് മറ്റൊരു വിഷയമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഉണ്ടായത്. അല്ല, അന്ന് വിഷയം ഉണ്ടായത് അത് ഇതേപോലെ തന്നെ ഒരു വിഷയം വേറൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഷയത്തിലാണ് അവിടെ അന്ന് സംസാരമായപ്പോൾ അത് പോലീസ് കേസ് വരെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ കോംപ്രമൈസ് എന്തായിരുന്നു? അത് ഈ പത്മരാജനും കൂടി അല്ലെങ്കിൽ പത്മരാജന്റെ താല്പര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കോംപ്രമൈസ് ആയിരുന്നോ? പത്മരാജൻ സ്വന്തം ഭാര്യയും മകളോടും സ്നേഹത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടും ആ ആഗ്രഹം പോലീസിന് മനസ്സിലായത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അത് ഏകദേശം പോലീസ് പറഞ്ഞു കൊടുത്തു മനസ്സിലായത് കൊണ്ടും അദ്ദേഹത്തിന്റെ ഭാര്യ അത് ഉൾക്കൊണ്ടത് കൊണ്ടുമാണ് അന്ന് അവിടെ പ്രശ്നം തീർന്നത്. ആ പ്രശ്നം പരിഹരിച്ച് പോലീസ് തന്നെ വളരെ നല്ല താക്കീതാണെന്ന് പത്മരാജന് കൊടുത്തത്. കാര്യം പത്മരാജനെ പോലീസ് സ്റ്റേഷനകത്ത് പോലും പിടിച്ചിരുത്തുന്ന ഒരു സാഹചര്യം ആ വിഷയമായിട്ടൊന്നും ഉണ്ടായിരുന്നു. കൊട്ടിയം പോലീസ് വളരെ സംയോജിതമായി തന്നെ രാവിലെ പരാതി കൊടുക്കുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പത്മരാജനെ കസ്റ്റഡിയിലെടുത്തു, അകത്ത് വെച്ചു. അതിനെ തുടർന്ന് പത്മരാജനെ ഏകദേശം ഉച്ച കഴിഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ പിന്നെ മോചിപ്പിക്കുന്നത് പോലീസ്. ഞാൻ ചെന്ന് സംസാരിച്ച്, പഞ്ചായത്ത് മെമ്പർ ഞാൻ നിന്ന് കാര്യം സംസാരിച്ച ചേച്ചിയായിട്ടും സംസാരിച്ചതിന് ശേഷം പോലീസ് പറഞ്ഞു പത്മരാജ് ഇനി അവസാനത്തെ താക്കീതാണ്. അല്ല ശ്രീ സാജൻ, താക്കീത് കൊടുക്കണമെങ്കിൽ അവരെ ദേഹോപദ്രവം ചെയ്തതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു അത്. മറ്റേതെങ്കിലും തരത്തിൽ ഒരു ബന്ധമുണ്ടായിരുന്നതിന്റെ പേരിൽ എന്താണ് അവിടെ സംഭവിച്ചത്? അതിനെക്കുറിച്ച് പറയാമോ? എന്തായിരുന്നു ഈ പത്മരാജനെതിരായുള്ള അനിലയുടെ പരാതി എന്തായിരുന്നു? അല്ല, ഞാനത് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഉണ്ടായ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട അതേപോലൊരു വിഷയം മുൻപ് ഉണ്ടായപ്പോൾ അതിനെ മതി, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ശാരീരിക ഉപദ്രവം ഉണ്ടായി എന്നതായിരുന്നോ പത്മരാജനെതിരായിട്ടുള്ള പരാതി? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത് ഒരുമിച്ച് പോകാൻ കഴിയാത്ത 2 പേരായിട്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തോന്നിയില്ലേ?
അല്ല, നമ്മൾ അതിനകത്തൊരു ആദ്യം ഒരു തീരുമാനം എടുത്തായിരുന്നു. നിങ്ങൾ രണ്ടുപേരും യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടുപേർക്കും പിരിയാം എന്നൊരു തീരുമാനം അവർ തന്നെ രണ്ടുപേരും എടുത്തായിരുന്നു ആദ്യം. ഉം. അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തായിരുന്നു. കാര്യം പത്മനാഭൻ പിന്നെ ഈ അനില ചേച്ചി അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ ഇനി തുടർന്ന് ഇങ്ങനെ പോയാൽ ആത്മഹത്യയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പത്മരാജൻ പലവട്ടം ആത്മഹത്യ ഭീഷണി മുഴക്കിയിരുന്നു. ചേച്ചി എടുത്ത് എന്റെ അടുത്തും പറഞ്ഞിരുന്നു. അതിനൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പിന്നെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി ഇങ്ങനെ പോയത്. ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് പോകാനും തീരുമാനിച്ചവർ അതിന് ശേഷമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ അത് തകരുക അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് സംഭവിക്കുക എന്നതൊന്നും നമ്മുടെ സമൂഹത്തിൽ അത്ര അസാധാരണമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. മനുഷ്യജീവനുകൾ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ജനപ്രതിനിധികളായി നിങ്ങളൊക്കെ ഇടപെട്ടിട്ട് അത് ഒരുമിച്ച് പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം, രണ്ടുപേരും രണ്ടിടത്ത് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉണ്ടാകാതിരുന്ന കാരണം പത്മരാജന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു വിവാഹം, ഈ ഒരു 7 വർഷത്തോളം ഒരു ജീവിച്ച ഒരു സ്ത്രീ, കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞൊരു അസുഖം വന്നാണ് മരണപ്പെടുന്നത്. അതിനുശേഷമാണ് പത്മരാജൻ വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറാവുന്നതും ഈ അനില ചേച്ചി വിവാഹം കഴിക്കുന്നതും. അന്നേരം ഇദ്ദേഹവുമായിട്ട് ജീവിച്ചു വന്ന പിന്നെ പത്മരാജനെ സംബന്ധിച്ചുള്ള ഇവിടെ SNDP ശാഖാ സെക്രട്ടറിയും ഒരു പൊതുപ്രവർത്തകനും ഇവിടുത്തെ അമ്പലങ്ങളും അമ്പല കമ്മിറ്റികളിലൊക്കെ ഉള്ള ഒരാളാണ്. സമൂഹത്തിൽ അത്യാവശ്യം ഒരു മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഭാര്യ മോളെ ഉപേക്ഷിച്ച് ഡൈവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. കാര്യം അമിതമായ സ്നേഹം ഭാര്യ അടുത്ത് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും അമിതമായ കെയറിങ്, അമിതമായി സംരക്ഷിക്കുക. അല്ല ചേച്ചി എടുത്ത് പലപ്പോഴും എന്റെ മുമ്പ് വെച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴത്തെ കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ ഉണ്ട്, അവരെ വലയിലൊന്നും പോയി വീഴരുത്, നീ ഇങ്ങനെ വീണാൽ നിന്റെ ജീവിതം അവർ നശിപ്പിച്ചു കളയും, നിനക്കൊരു മോളുണ്ട്, നിന്റെ ഭർത്താവാണ് ഞാൻ, അത് നിനക്ക് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് പുള്ളി ഇതിന്റെ പുറകെ നടന്ന് ഭാര്യയെ കൂടെ നിർത്താൻ പല ഘട്ടങ്ങളിലും പല അവസരത്തിലും ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. വളരെ താഴ്മയായും വളരെ ഭംഗിയായും, എന്ന് വെച്ചാൽ അനില ചേച്ചിയുടെ ഒരു ഘട്ടത്തിൽ അനില ചേച്ചിയുടെ കാല് പോലും പിടിച്ച് നീ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണം, എന്റെ ഭാര്യയാണ് നീ, എനിക്ക് എന്റെ മോളെ എന്റെ ഭാര്യ എനിക്ക് വേണം, ഒരിക്കലും നഷ്ടപ്പെടുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും എന്റെ മുമ്പിൽ വെച്ചുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ഞാൻ എങ്ങനെ പറയും രണ്ടായിട്ട് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്ത് ജീവിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ പറയും? അതെ, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയാണ്, അദ്ദേഹത്തിന്റെ താല്പര്യം, അതിനനുസരിച്ച് എല്ലാം വരണം എന്നുള്ള ഒരു സ്വാർത്ഥതയായി കൂടി നമുക്ക് അതിനെ കാണാം. കാരണം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണല്ലോ, അവർക്ക് അവരുടെ നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കാനും അറിയാനും ഒക്കെയുള്ള ബുദ്ധി വളർച്ച, മാനസിക വളർച്ചയുള്ള സ്ത്രീയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വാർത്ഥതയാകാം ആ രീതിയിൽ ഉപദേശമായി നിങ്ങൾ ചിത്രീകരിക്കുന്ന രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടത്. സ്വന്തം ഭാര്യ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്വാർത്ഥതയാവുന്ന എങ്ങനെയാ? അതെങ്ങനെ സ്വാർത്ഥതയാവും? അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. ശ്രീ സാജൻ പോലീസിൽ എത്തുമ്പോഴും അത് തന്നെയാണോ, പോലീസും ആ സമീപനം തന്നെയാണോ ആ വിഷയത്തിൽ സ്വീകരിച്ചത്? പിന്നെ പോലീസും ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള സമീപനം തന്നെ സ്വീകരിച്ചത്. നല്ല സമീപനം തന്നെ അവർ സ്വീകരിച്ചു. അവർ സ്വീകരിച്ച സമീപനം 100% അന്നത്തെ ആ സമയത്ത് ശരിയായിരുന്നു. അവരത് സ്വീകരിച്ചുകൊണ്ടാണ് ആ ഒരു സ്വീകാര്യതയിൽ ആ അന്ന ചേച്ചി അടുത്ത് പറയുകയും ചെയ്തു, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൗൺസിലിംഗ് തരാമെന്നും പറഞ്ഞാണ് വിട്ടത്. കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായത്. അതിനുശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ അറിവിൽ ഉണ്ടായിട്ടില്ല, ഈ ഇന്നലെ ഉണ്ടാകുന്ന സംഭവം അല്ലാതെ? ഇന്നലെ ഉണ്ടാകുന്ന സംഭവം അല്ലാതെ അതിന് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഇന്നലെ ഉണ്ടാകുന്ന സംഭവത്തിന് മുമ്പ് അതിന്റെ തലേന്ന് ഈ കടയിൽ ഈ പറയുന്ന ഹനീഷും ഈ പത്മരാജനുമായിട്ട് അവിടെ കിടന്നൊരു വഴക്കുണ്ടായിരുന്നു ആ കടയിനകത്ത് വെച്ച്. അനില ചേച്ചി ഈ പത്മരാജനും ഹനീഷുമായിട്ടുള്ള വഴക്കില് അനില ചേച്ചി ഇടപെടാനോ അത് പിടിച്ചു മാറ്റാനോ വന്നില്ല എന്നൊരു പരാതി ഈ പത്മനാഭനുണ്ടായിരുന്നു. അപ്പോ അതങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു. ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടുന്ന ഒരു സാഹചര്യം പത്മരാജൻ ഉണ്ടായോ, ഈ പ്രതിക്കുണ്ടായോ? മർദ്ദനം ഉണ്ടായിട്ടുണ്ട്, കാലിലെ മുട്ടിനൊക്കെ നല്ല പരിക്കുണ്ട് എന്നാണ് ഞാൻ പരിക്ക് കണ്ടു. ഇവർ തമ്മിൽ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടി കൂടുന്നതോ ഞാൻ കണ്ടില്ല. എന്റെ അടുത്ത് പത്മരാജൻ പറഞ്ഞു എന്നെ അടിച്ചെന്ന് പറഞ്ഞു. അടിച്ച് തിരിച്ച് ഞാൻ പ്രതികരിച്ചു എന്നും പറഞ്ഞു. തിരിച്ച് പുള്ളി അത് പ്രതിരോധിച്ചെന്നും പറഞ്ഞു. ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ അല്പം ഇടപെടലൊക്കെ നടത്തുന്ന, പൊതുപ്രവർത്തനം ഒക്കെ നടത്തുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം.
ആ ഒരൊറ്റ സംഭവമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? അതിലുള്ള മനോവിഷമോ അല്ലെങ്കിൽ പക അതാണോ ഇങ്ങനെ ഇന്നലത്തെ ഒരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത്? അല്ല, ഒരു മനുഷ്യൻ, പുള്ളിയുടെ ആണാണല്ലോ, പുള്ളിയുടെ വൈഫ്, പിന്നെ എത്രത്തോളം ഒരു മനുഷ്യൻ ക്ഷമിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം പോയി ക്ഷമിച്ച് ഒരു ഭാര്യ കൂടെ നിർത്താൻ പരമാവധി ശ്രമിക്കുക, കുട്ടിയെ, സ്വന്തം മോളെയും സ്വന്തം ഭാര്യയും കൂടെ നിർത്തി ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു സമൂഹത്തിൽ നല്ലപോലെ ജീവിക്കുന്നതിനുള്ള പരമാവധി ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. ക്ഷമയോടെ ആ കഴിവ് പുള്ളിക്ക് ഉണ്ടായിരുന്നു, 100% ഉണ്ടായിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പരമാവധി ക്ഷമിച്ച് ആ സ്നേഹത്തോടെ എല്ലാ വിഷയങ്ങളും, അത് നേരിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരാളാണ്. ഒരു സ്ത്രീയെ കുറിച്ച് മോശം അഭിപ്രായം ഈ ഒരു ചാനലിൽ വന്നിരുന്ന് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളിലോട്ട് ഒന്നും കടക്കാത്തത്. പരസ്പരം പറഞ്ഞ കാര്യങ്ങളിലോട്ട് ഞാൻ കടക്കാത്തത്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കാത്തത്. അത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ആ ചേച്ചിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാളാണ് ഞാൻ പത്മരാജനെ. ഈ പത്മരാജ അണ്ണന്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചേച്ചിയാണ്. അതായത് ആ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായപ്പോഴും ഈ പത്മനാഭൻ വളരെ നല്ല രീതിയിൽ ക്ഷമയോടെ ക്ഷമിച്ചു, സഹിച്ചു. തിരിച്ച് നമ്മുടെ മകൾ അല്ലെ നമ്മുടെ ഒരു മകൻ എന്ത് തെറ്റാണോ ചെയ്യുന്നത് അതേപോലെ തിരിച്ച് വീണ്ടും സ്വീകാര്യതയോടെ 2 കൈ നീട്ടി സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുന്ന ഒരാളായിരുന്നു പത്മനാഭൻ. എനിക്കറിയാവുന്ന ബോധ്യമുണ്ട്, അത് 100%. ഈ പൊതുവെ ഉള്ളൊരു വികാരം ഇതാണോ ഈ കൊലപാതകം ചെയ്തതിൽ, അല്ലെങ്കിൽ ഈ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹമെങ്കിൽ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകാതെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു വിവേകം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹം എന്തിനു വേണ്ടി? ശ്രീ സാജൻ, താങ്കൾ പറഞ്ഞല്ലോ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാണ്, 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒപ്പമുണ്ട്, അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ ആണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ആ കുട്ടിക്ക് അമ്മയില്ലാണ്ടായി. ഈ കേസിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പത്മരാജൻ അണ്ണൻ എന്ന് വിളിക്കുന്ന ആൾ ജയിലിൽ പോകുമ്പോൾ ആ കുട്ടി തീർത്തും അനാഥയായി മാറുകയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കാണിക്കാത്ത വ്യക്തിയെ എങ്ങനെ നമുക്ക് ബഹുമാനത്തോടെ അല്ലെങ്കിൽ അദ്ദേഹം വളരെ വിവേകത്തോടു കൂടി പെരുമാറി എന്ന് പറയാൻ പറ്റും? അദ്ദേഹത്തിന് ഈ ബഹുമാന കുറവ് കൊടുക്കത്തക്ക തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും ബോധ്യമുണ്ട്. ബഹുമാനം ഒരുപാട് അർഹിക്കുന്നില്ല, അത് എനിക്കും ബോധ്യമുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ ചില അവസരങ്ങളും ചില സാഹചര്യങ്ങളും നമ്മൾ ഈ വലിയ വലിയ മനുഷ്യർ പറയത്തില്ല, അറിവുള്ളവർ പറയത്തില്ല, ചില നിമിഷങ്ങളിൽ, ചില ദുർബല നിമിഷങ്ങളിൽ, ചില ചിന്തകൾ, ചില അസ്വസ്ഥമായ മനസ്സിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില ഈഗോസ്, അതായത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഇപ്പൊ ബേക്കറിയിൽ ഉണ്ടായ ഒരു വിഷയം, സ്വന്തം. ശരി, ടെക്നിക്കൽ പ്രശ്നമാണ്, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. എന്തായാലും എന്താണ് ഈ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവ് ഒരു ഭാര്യ അയാള് വന്ന് ആ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അടിക്കുന്നു, മർദ്ദിക്കുന്നു. ആ മർദ്ദനം കേട്ടതിന് ശേഷം ആ മർദ്ദനം ഏറ്റ ആൾ എൻ്റെ അടുത്ത്, പഞ്ചായത്ത് മെമ്പർ എൻ്റെ അടുത്ത് ഒന്ന് പറയുക, അവളെ മുമ്പിൽ വെച്ച് എന്നെ അടിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു, അത് സാധിച്ചു എന്നാ പറയുന്നത്. ഈ ഈ ഈ പറയുന്ന പത്മരാജണ്ണനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് മർദ്ദിക്കണമെന്ന് അദ്ദേഹം മറ്റേ എതിർകക്ഷി ആഗ്രഹിച്ചിരുന്നു. അന്നേരം അതേ അനുസരിച്ച് മർദ്ദിച്ചു എന്നാണ് എൻ്റെ അടുത്ത് വളരെ വിഷമത്തോടെ പുള്ളി പറയുന്നത്. അന്നേരം ഞാൻ പറയുന്നു, പഴയ കാര്യങ്ങളെല്ലാം കളയണ്ട, നമുക്ക് ഈ പ്രശ്നങ്ങളോട് പരിഹരിക്കാം, പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകട്ടെ, ശരി സാജൻ മെമ്പർ പറയുന്ന നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞാണ് നമ്മളൊരു അയാൾ പറഞ്ഞ 1,50,000 രൂപ കൊടുത്ത് അവിടെ പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞ് അദ്ദേഹം ആ പൈസയും പിടിച്ചിട്ട് പോകാൻ തയ്യാറാവുകയും തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ വാടക വീട്ടിൽ നിന്ന് ആ തൊട്ടടുത്ത് ബേക്കറി അടുത്ത് തന്നെ വാടക വീട് ഉണ്ടായിരുന്ന ആ വാടക വീട്ടിൽ കയറി വീട്ടു സാധനങ്ങൾ പുറക്കി കാറിനകത്ത് വെക്കുകയും തിരിച്ച് വീട്ടിൽ പോയതിനു ശേഷം ആ ചേച്ചി തിരിച്ച് വീണ്ടും കടയിൽ കാറും കൊണ്ട് വരികയും ആ കാറും കൊണ്ട് വരുന്നതിന് ശേഷം കടയടച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുകയും ചെയ്തത്. അന്നേരം ഇദ്ദേഹം ഈ പത്മരാജൻ അന്നേരം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത് ഈ പറയുന്ന ഹനീഷ് ആയിരിക്കുമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്. ഈ ബേക്കറിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ പൂർണ്ണമായും മാറ്റിയിരുന്നു അല്ലേ? അല്ല, മാറ്റം 10-ാം തീയതി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. തീരുമാനമായി, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇടപാട് തീർക്കാന്ന് പറഞ്ഞു. അതൊരു ധാരണയായിരുന്നു. ഈ സംഭവം അദ്ദേഹത്തെ ശാരീരികമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം ഈ പത്മരാജനെ താങ്കൾ കണ്ടിരുന്നു എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിന്റെ സൂചനകൾ നിങ്ങൾക്ക് തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാര്യം പുള്ളിക്കാരൻ ഒരു കാര്യം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടുള്ളൂ, ഒന്നി ഈ പറയുന്ന അനില ഈ കട ഏറ്റെടുത്ത് നടത്തുക,
ശരി, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ ഇല്ലെങ്കിൽ മോഹൻ റോയ്, ഹനീഷ് എന്ന് പറഞ്ഞ ഈ ഹനീഷ് എന്ന് പറഞ്ഞ പൈസ കൊടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞിരുന്നു. ശരി ശരി.